നമസ്കാരം, ഞാൻ റോസ് ആന്റണി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഈ തിമിരത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 4000 രൂപയുടെ അടുത്തായി ഞങ്ങൾക്ക് ടെസ്റ്റിന് മാത്രം. പിന്നെ അത് കഴിഞ്ഞാണ് അവർ പറയണത് 1,15,000 രൂപ വേണം. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റും ഫിക്സ് ചെയ്തു, വന്ന ദിവസം സർജറി ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷെ കുറച്ച് ടെൻഷനായി, ഇത്രയും രൂപ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നമ്മുടെ എറണാകുളം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി സെക്ഷനിൽ ജോയി ചേട്ടൻ. പിന്നെ ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടനാ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വാ, ഇവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മനസ്സോടുകൂടിയാണ് ഇവിടെ വന്ന് ഡോക്ടർ രഹന മാഡത്തിനാണ് കണ്ടത്. ഡോക്ടർ രഹന മാഡം ഭയങ്കര കൈൻഡാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിന് സൂചി കണ്ടാൽ തന്നെ ഹോസ്പിറ്റലിൽ മൊത്തം അലറി വിളിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് പേടിക്കുകയെന്ന് വേണ്ട, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, കാരണം അത് ഒരുപാട് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പക്ഷെ ഡോക്ടറിൻ്റെ പെരുമാറ്റത്തിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾക്കൊരു 100% നമ്മൾ ഹാപ്പിയായി, നമുക്ക് ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ഇവിടെ സർജറി നടന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഹോസ്പിറ്റൽ പറഞ്ഞത് 1,15,000 രൂപയാണ് ടെസ്റ്റിന് വേറെ. ഇവിടെ നമ്മൾക്ക് എല്ലാ ടെസ്റ്റും ഒരുപാട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ ഡയാലിസിസ്, അവനൊക്കെ എത്ര നല്ല ബ്ലോഗ്സ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സൂപ്രണ്ട് സാറാണെങ്കിലും മറ്റു ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ഈ മെഡിക്കലിന്റെ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്ന സെക്ഷനിലാണെങ്കിലും എല്ലാവരും തന്നെ ഭയങ്കര ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ലോകം മുഴുവൻ അറിയണം. കാരണം നമ്മൾ ഈ കൊണ്ട ലക്ഷങ്ങളൊക്കെ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കൊടുക്കണേക്കാളും നല്ലത് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലാവോ ശരിയാവില്ല അങ്ങനെ ചിന്തിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ഈ അവസരങ്ങൾ കണ്ടുപിടിക്കുന്നത്, അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സർജറി കഴിഞ്ഞു നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കോട്ടൺ ഒരു 5 മിനിറ്റെങ്കിലും ഇട്ട് തിളപ്പിച്ച് നമ്മുടെ കൈയും നല്ലതായിട്ട് സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയായിട്ട് വേണം നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യാൻ. പിന്നെ തുള്ളി മരുന്നുകൾ അത് കൃത്യമായിട്ട് അലാറം വെച്ച് വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷമുള്ള നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെന്നിട്ട് ശ്രദ്ധിക്കാതെയും കൈ വൃത്തിയാക്കാതെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ ചെയ്ത പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷമുള്ള ട്രീറ്റ്മെന്റ് അത് പക്കയായിട്ട് ചെയ്തിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാലും തീരെയൊന്നുമില്ല. ഞാനൊരു ആങ്കറോ അതൊന്നും അല്ല. അപ്പം അതിൻ്റെതായ ഒരുപാട് കുറവുണ്ട് എനിക്ക്. ഇങ്ങനെ പ്രസന്റ് ചെയ്ത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ സർജറി നല്ല പക്കയായിട്ട് കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന് മുമ്പ് സ്ഥിരം കണ്ണട വയ്ക്കുമായിരുന്നു. ഇപ്പൊ ഒരു കണ്ണട വയ്ക്കേണ്ട, ഒന്നും വയ്ക്കേണ്ട, ചെറിയ അക്ഷരങ്ങൾ വരെ വായിക്കാന്നുള്ളതാണ്. പക്കയായിട്ട്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി പറയാം. നമുക്ക് ആ കണ്ണിന്റെ സെക്ഷനിലൊന്ന് പോവാം. ഇതാണ് നമ്മുടെ നേത്രരോഗ വിഭാഗത്തിന്റെ OP ആണിത്. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടി കാത്തു നിന്ന് ഡോക്ടറിനെ കണ്ട് പിന്നെ വരുമ്പോഴേക്കും നമ്മൾ ഒറ്റയ്ക്ക് വരാതെ ആരെങ്കിലും കൂടെ കൊണ്ടുവരണം. കാരണം നമുക്ക് കണ്ണിൽ തുള്ളി മരുന്നൊക്കെ ഇടുമ്പോൾ കുറച്ചു നേരം കണ്ണ് മങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് ആരെങ്കിലും ആ സമയത്ത് ഹെൽപ്പിന് വേണം. ഇത് രഹന മേഡം, എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത മേഡമാണ്. അപ്പോൾ മേഡത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ കണ്ണട വെക്കണം എന്ന് വിചാരിക്കരുത്. അത് മേഡത്തിൻ്റെ ഏറ്റവും വലിയ പവറാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ മേഡം നന്നായിട്ട് ബിഹേവിയർ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് മേഡത്തിൻ്റെ ബിഹേവിയർ തന്നെ പകുതി പേടി മാറിപ്പോകും. നമ്മുടെ അത്രയ്ക്ക് നന്നായിട്ട് ജനറൽ ആശുപത്രി മാക്സിമം ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുക പ്ലീസ്. അതെനിക്ക് പറയാനുള്ളൂ. മേഡത്തിൻ്റെ ഒത്തിരി നന്ദി കേട്ടോ മേഡം. താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ രഹന, ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ദിവസം 200ഓളം പേഷ്യൻസിനെ കാണുന്നുണ്ട്. എല്ലാം എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരുണ്ട്. സർജറിക്ക് പേഷ്യൻസിന് നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് തന്നെ ലെൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. പിന്നെ സർജറിക്ക് മുമ്പായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അത് ഇവിടെ നമ്മുടെ ലാബിൽ കുറഞ്ഞ നിരക്കിലാണ് ചെയ്യുന്നത്. അത് സർജറിക്ക് ശേഷവും ചില മെഡിസിൻസ് മാത്രമാണ് പേഷ്യൻസിന് അത് ഇവിടെ ലഭ്യമല്ലാത്തത് മാത്രം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു.
അല്ലാതെ മാക്സിമം ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ സൗകര്യങ്ങൾ എല്ലാവരും പരമാവധി ഉപയോഗിക്കുക എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അച്ഛന്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര മോശമായിട്ട് പറയും, പക്ഷെ ഇവിടെ വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്, ഭയങ്കര ഹൈജീൻ ആണ്. നഴ്സുമാരൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആശുപത്രിയിൽ നോക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ അവരുടെ സർവീസൊക്കെ. വളരെ നല്ലൊരു ഇതാണ് ഇവിടെ. ട്രീറ്റ്മെന്റിന് എല്ലാവരും വരണം. അച്ഛന് സർജറി ഒക്കെ കഴിഞ്ഞിപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പൊ ലാസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. അച്ഛന്റെ കൂടെ നിന്നിരുന്നതും നോക്കിയിരുന്നതൊക്കെ ഞാനാണ്. അപ്പൊ അത് കൂടുതൽ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഡോക്ടർ ലിജി സുസൻ തോമസ്, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഒഫ്താൽമോളജി വിഭാഗം നേത്രരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ 4 ഡോക്ടർമാരാണ് ഇവിടെ നേത്രരോഗ വിഭാഗത്തിലുള്ളത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും സേവനം ഇവിടുത്തെ നിർധനരായ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഡോക്ടർ സീന, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒഫ്താൽമോളജി വിഭാഗത്തിൽ ഡോക്ടറായിട്ട് കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ മറ്റു ആശുപത്രികളെ അപേക്ഷിച്ച് ഇവിടെ സർജറി ചെയ്യുന്നതിന് വളരെയധികം സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. അത് 2 മുറികളിലായിട്ട് സർജറികൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ സെപ്പറേറ്റ് കണ്ണിൻ്റെ രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് വാർഡുണ്ട്, മെയിൽ വാർഡ് ഫീമെയിൽ വാർഡും. അത് വളരെ നീറ്റായിട്ടും വളരെ നന്നായിട്ടൊക്കെ പോകുന്നൊരു സംവിധാനമാണ്. പിന്നെ ഒ പിയിലാണെങ്കിൽ തന്നെയും ഒരു ദിവസം 200ഓളം രോഗികൾ വരുന്നുണ്ട്. അതിൽ തിമിരമുള്ള രോഗികളെ പ്രധാനമായും തിമിരമുള്ള രോഗികളെ സെലക്ട് ചെയ്ത് അവരെ കഴിയുന്നതുപോലെയെല്ലാം സർജറികൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി അധികം പാവപ്പെട്ട രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൂടാതെ ദൂരെയുള്ള രോഗികളെ ഇവിടുന്ന് ഒരു മൊബൈൽ യൂണിറ്റ് ദൂര സ്ഥലങ്ങളിൽ പോയി ക്യാമ്പുകൾ നടത്തി അവരുടേതായ നേത്രരോഗത്തിനുള്ള ചികിത്സകൾ നൽകുകയും അവിടെയും തിമിരമുള്ള രോഗികളെ നമ്മൾ സെലക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഡേ ഫിക്സ് ചെയ്തിട്ട് ഇവിടുന്ന് വണ്ടി അയച്ച് രോഗികളെ ഇവിടെ കൊണ്ടുവരികയും ശസ്ത്രക്രിയ ചെയ്ത് അവരെ തിരിച്ച് അവരുടെ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് വേണം, ഈ ഷുഗറുള്ള ആൾക്കാർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കണ്ണിന്റെ പ്രഷർ നോക്കുകയും കണ്ണിൽ മരുന്ന് ഒഴിച്ച് കണ്ണ് ഡയലേറ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ പല ആൾക്കാർക്കും ഇതറിയില്ല. അവര് ഒത്തിരി കൂടി കണ്ണ് കാണാണ്ടാവുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആ അവസ്ഥാവിശേഷത്തിൽ എത്രയേക്കാളും മുമ്പ് അവരെ കണ്ടുപിടിക്കണം. അതിനാണ് ഇത്രയും ബൃഹത്തായ പദ്ധതിയായ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ക്യാമ്പ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലേസർ ചികിത്സ ചെയ്യണം, അതല്ലെങ്കിൽ കണ്ണിന്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പൊ ഈ കണ്ണിന്റെ ഉള്ളിലെ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷന് തന്നെ 20,000-25,000 രൂപയോളം ചെലവ് വരും. അത് മാസം ചെയ്യും വേണം. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള NGOസിനെ കണ്ടെത്തുകയും അവരുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ള പ്രകാരം ഇങ്ങനെ നമ്മൾ ക്യാമ്പുകളിൽ കണ്ടുപിടിക്കപ്പെടുന്ന രോഗികളെ ഈ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ ലെറ്റർ കൂടി കൊടുത്തു വിടുമ്പോൾ ഈ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർക്ക് അവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വളരെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ക്യാമ്പ്. അപ്പൊ ഞാൻ അവിടെ ക്യാമ്പിന് പോകുമ്പോൾ മിക്കവാറും നമ്മുടെ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിന് മുന്നായിട്ട് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സും കൂടി കൊടുക്കും. അത് ഈ കാറ്ററാക്ട് ക്യാമ്പ് ആണെങ്കിലും അതെ, ഡയബറ്റിക് റെറ്റിനോപ്പതി ക്യാമ്പിന് പ്രത്യേകിച്ചും. അതായത് ഷുഗർ ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കണം, എങ്ങനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിനെ ബാധിക്കുന്നത്, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണ്, വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുശേഷമാണ് പലപ്പോഴും നമ്മൾ ക്യാമ്പ് നടത്തുക തന്നെ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഷുഗർ കൺട്രോൾ ആക്കി വെക്കുന്നതിന്റെ ഉദ്ദേശം പ്ലസ് ഓരോ വർഷം കൃത്യമായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ക്യാമ്പ്, ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് നടത്തേണ്ട അത്യാവശ്യത്തെക്കുറിച്ച്. അപ്പം നമ്മൾ സ്ക്രീനിങ് നടത്തും. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് 1 വർഷം കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ക്യാമ്പുകൾ വരുമ്പോൾ അവിടെ വന്ന് ചെയ്യണം. അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണിന്റെ ഡോക്ടർമാരെ കാണിച്ച് ഷുഗർ പരിശോധിച്ച് കാണിച്ച് ഈ സ്ക്രീനിങ് നടത്തിയിരിക്കണം. ഇനി അതുകൊണ്ട് ദോഷങ്ങൾ വരാതിരിക്കാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പല രോഗികളും അപ്പോഴാണ് അവർക്ക് അതിനെപ്പറ്റി അറിയുന്നത് തന്നെ. അപ്പൊ ഇനി ചെയ്തോളാം എന്നവർ പറയാറുണ്ട്. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ക്യാമ്പ്. അതുപോലെ ഗ്ലോക്കോമ, അതായത് കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖമാണ്. അപ്പൊ ഗ്ലോക്കോമ സ്ക്രീനിങ്ങും നമ്മൾ ഇതിന്റെ കൂടെ ക്യാമ്പിന്റെ കൂടെ കണ്ണിന്റെ പ്രഷർ നോക്കുകയും കണ്ണ് മരുന്നൊഴിച്ച് ഞരമ്പിന്റെ പരിശോധനയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പെരിഫറൽ ക്യാമ്പുകളിലൊക്കെ നടത്തുന്നതാണ്.
താങ്ക് യു. നമ്മൾ ഗവൺമെന്റ് ഇത്രയും നമുക്ക് ചെയ്തു തരുമ്പോൾ ഇതുപോലത്തെ ക്യാമ്പുകൾ പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ക്യാമ്പുകളിൽ വന്ന് പങ്കെടുക്കുകയും അവരുടെ രോഗം എന്താണെന്ന് നിർണ്ണയിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സകൾ നോക്കുകയും ചെയ്ത് കണ്ണുകളെ സംരക്ഷിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇതാണ് ഈ മൊബൈൽ ടീമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെയൊക്കെ സെക്ഷനിൽ ഓഫീൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല, അവിടെയും ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. പക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇത്രയും എമൗണ്ട് താങ്ങിയിട്ട് അവിടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ പേടിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണല്ലേ എന്താവും ഏതാവും എന്നൊക്കെ. അതൊന്നുമില്ല, ഇവിടുത്തെ നല്ല സൂപ്പർ ട്രീറ്റ്മെന്റ് ആണ്. മാത്രമല്ല അവിടെ രോഗികൾക്ക് 3 നേരം നല്ല ഭക്ഷണവുമാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരുടെയും എന്താ പറയാ പെരുമാറ്റം, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതും പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് മുന്നിലാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളോട് പെരുമാറുന്നത്. ഇത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം ഇത് സർജറി ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഇതിന്റെ എന്തായാലും നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ ഒരു വീഡിയോ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാവുമെങ്കിൽ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അത് മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ആകും. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ വീഡിയോകളൊക്കെ നല്ല നല്ല വീഡിയോകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നന്ദി.